ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റംസാനൊക്കെ ദേ ഇങ്ങ് എത്താറായി. എല്ലാവർക്കും നൊയമ്പൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, റംസാൻ തുടങ്ങുമ്പോൾ, നൊയമ്പ് തുടങ്ങുമ്പോൾ റംസാൻ സീരീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് ചെയ്ത് ഇടണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ എറണാകുളം പോയിരുന്നപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ കയ്യിലുള്ളതുകൊണ്ട് അതൊക്കെ ഇട്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പിന്നെ കരുതി പറ്റുന്ന രീതിയിൽ, എന്നും ചിലപ്പോൾ ഇടാൻ പറ്റിയെന്ന് വരില്ല, പറ്റുന്ന രീതിയിൽ റംസാൻ സ്നാക്സും ഡ്രിങ്ക്സും ഐസ്ക്രീംസും അങ്ങനെയൊക്കെയുള്ള കുറച്ച് വെറൈറ്റി വീഡിയോസ് ഇടാമെന്ന് കരുതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഇഫ്താർ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്, ഒരു സ്പെഷ്യൽ സമോസ. അത് ഞാൻ കണ്ടുപിടിച്ച സമോസ എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. അങ്ങനെ അല്ല എങ്കിൽ അല്ല, എനിക്കറിയില്ല. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു സമോസയാട്ടോ ഇത്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടമേ ഇല്ലാത്തൊരു സാധനമാണ് ഈ സമോസ. അതിനകത്തുള്ള ഈ സ്റ്റഫിങ്സ് ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് കേട്ടോ. ക്യാരറ്റും എന്തൊക്കെയോ കുറേ ചപ്പ് ചവറ് സാധനങ്ങൾ വാരി അതിനകത്ത് വയ്ക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇവിടെ വേദയ്ക്കും ഇഷ്ടമല്ല, ആടിനും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ കഴിക്കും. ഇവിടെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനടുത്ത് ഒരു നല്ല സമോസ കിട്ടുന്ന കടയുണ്ട്. അവിടുത്തെ സമോസയാണെങ്കിൽ ഞാനും വേദം കഴിക്കില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ കുറച്ച് സമോസ ഷീറ്റ് ഇങ്ങനെ വാങ്ങിച്ചിട്ട് വന്നു. അതുപോലെ ഉണ്ടാക്കാം, അങ്കിൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയിട്ട് വന്നത്. പക്ഷേ അതിൽ അങ്കിൾ കടല, കായൊക്കെ ഇല്ല, അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അത് തന്നെ സമോസ ഷീറ്റ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ചായ കുടിക്കാനിടുന്നപ്പോൾ സമോസ ഷീറ്റ് ഇരിക്കുന്നു. എന്ത് ചെയ്യും? ഇത് അങ്കിൾ ഉണ്ടാക്കുന്ന രീതിയിൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പം ഞാൻ എൻ്റേതായ രീതിയിലൊന്നും ഉണ്ടാക്കാമെന്ന് കരുതി ഉണ്ടാക്കിയപ്പോൾ സംഭവം സക്സസ് ആയിട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങളോട് കൂടി ഒന്ന് കാണിക്കാൻ കരുതി. അപ്പോൾ ഇന്ന് ഞാനൊരു ഇഫ്താർ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഇഫ്താറോ ചായ കുടിക്കുമ്പോഴോ അല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്, ഒരു വെറൈറ്റി സമോസയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടി. എല്ലാവരും ചോദിക്കുന്നുണ്ട്, എൻ്റെ സ്കിൻ ഇങ്ങനെ ഇത്രയും ക്ലിയറായി. കാരണം മുന്നേ എൻ്റെ സ്കിന്നിരുന്നതും ഇപ്പോഴിരിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മെയിൻലി ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫിൽറ്ററൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. ടു ബി ഫ്രാങ്ക്, ഞാൻ ഇടുന്നതേ ഇല്ല. ഇതെൻ്റെ ഒറിജിനലായിട്ടുള്ള ഒരു ഇതാണ്, രൂപമാണ്. അപ്പോൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ സ്കിന്നായിട്ട് തോന്നും. എങ്കിലും ഒരു 99% എനിക്കിവിടെ, ഞാൻ പിഗ്മെൻറ്റേഷൻ എന്നാണ് കരുതിയത്, പക്ഷേ അല്ല, ഫ്രിക്കിൾസ് എന്നു തോന്നുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. അത് പോവില്ല, ലേസർ ചെയ്താലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലേസർ ചെയ്താൽ വീണ്ടും വെയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ വീണ്ടും വരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ലേസർ ചെയ്യാതെ ഞാൻ അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു 99% എൻ്റെ ബ്ലാക്ക് മാർക്സ് മാറിയിട്ടുണ്ട്. കുറച്ച് ക്ലിയർ സ്കിന്നായി വന്നിട്ടുണ്ട്. അത് സ്ഥിരമായി വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ വ്യത്യാസം മനസ്സിലാക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കമൻറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്യൂർ സ്കിന്നിൻ്റെ പ്രോഡക്റ്റാണ്. അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ അത് ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കരുതി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യം കൂടി ഇതിലൊന്ന് ആഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എങ്ങനെയാണത് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാവേ. ഫസ്റ്റ് നമ്മൾ ക്യൂർ സ്കിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ശേഷം അതിലേക്ക് പോവുക. അതിൽ നമ്മുടെ പേര് ചോദിക്കും, ഏജ് ചോദിക്കും, ജെൻഡർ ചോദിക്കും. ഇത് മൂന്നും ചോദിച്ച ശേഷം അവർ ചോദിക്കും സ്കിന്നിനാണോ പ്രോബ്ലം, ഹെയറിനാണോ പ്രോബ്ലം എന്ന്. അതിൽ സ്കിൻ ഇഷ്യൂസിൻ്റെ നോക്കുന്നുണ്ട്, ഹെയറിൻ്റെ നോക്കുന്നുണ്ട്. അപ്പോൾ സ്കിന്നിൻ്റെ ആണെങ്കിൽ സ്കിൻ കൊടുക്കുക. എനിക്കിപ്പോൾ സ്കിൻ ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ സ്കിന്ന് കൊടുത്തു. അപ്പോഴേക്കും ഒരു ഡെർമറ്റോളജിസ്റ്റ് നമ്മളോട് ചാറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ചോദിക്കുക എന്താണ് പ്രോബ്ലം. അപ്പോൾ പറയും നമ്മുടെ ഫേസിൻ്റെ ഇങ്ങനത്തെ ഇഷ്യൂസാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് പറയുക. അപ്പോൾ ഇത് എത്ര നാളായിട്ട് ഉണ്ട് എന്ന് ചോദിക്കും. അതിനുള്ള മറുപടി അവർ ചോദിക്കുന്നതിനെല്ലാം കറക്റ്റ് മറുപടി കൊടുക്കുക. ശേഷം അവർ നമ്മുടെ ഫ്രണ്ട് ഫേസിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനായിട്ട് പറയും. ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ഇഷ്യൂ ഫേസിന് പറഞ്ഞിട്ടുള്ളത്, ആ ഇഷ്യൂ നോക്കിയിട്ട് നമ്മുടെ ഫേസിനുള്ള കാര്യങ്ങളെല്ലാം അവർ കറക്റ്റ് നോക്കിയിട്ട് പറയും. ശേഷം നമ്മുടെ സൈഡ് ഫേസിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയും. അതും അയച്ചു കൊടുക്കുക. ഇത് രണ്ടും നോക്കിയ ശേഷം അവർ നമ്മുടെ ഫേസിനുള്ള കറക്റ്റ് പ്രോബ്ലം എന്താണെന്നുള്ളത് പറയും. ശേഷം നമ്മളോട് പറയും 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഡെർമറ്റോളജിസ്റ്റ് നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം അനലൈസ് ചെയ്ത് നമുക്കുള്ള ക്രീമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയും. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പ്രോഡക്റ്റ് റെഡി ആവും കേട്ടോ. ആ പ്രോഡക്റ്റ്സ് എല്ലാം എങ്ങനെയാണ്, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാം കറക്റ്റായിട്ട് ആ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ടാണ് നമുക്ക് ചെയ്തു തരുന്നത്. പറഞ്ഞതുപോലെ ഫസ്റ്റ് ഫേസ് വാഷ് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴുകി കളഞ്ഞ ശേഷം മോർണിംഗ് 2 ക്രീമാണ് എനിക്ക് തന്നിട്ടുള്ളത്. 2 പീ സൈസ് എടുത്താൽ മതി എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നൈറ്റും ഇതേ സെയിം മെത്തേഡാണ്. ഫേസ് വാഷ് അപ്ലൈ ചെയ്യുക, നൈറ്റ് ഇടേണ്ട ക്രീം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആ നൈറ്റ് ഏതാ ക്രീം അപ്ലൈ ചെയ്യേണ്ടത് അതും അപ്ലൈ ചെയ്യുക. എല്ലാം ആ ആപ്പിൽ തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക. അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക. ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയെന്ന് വയ്ക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ? പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ്
നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ. കാശൊന്നും വാങ്ങില്ല. ഈ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ? സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി. പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതായത് ഡയറ്റ് പ്ലാൻ, എത്ര വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ, അതൊരു 3 മാസം വരെയൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് അതൊരു വർത്ത് പർച്ചേസിങ്ങും ആണേ. എന്തായാലും ഞാൻ ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ. അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100 ഓഫായിട്ട് കിട്ടും കേട്ടോ. കണ്ടല്ലോ, ക്യൂർ സ്കിന്നിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോയി, സമൂസയിലേക്ക് പോകാം. നമുക്ക് സമൂസ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ സമൂസ ഷീറ്റാണ്. ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങി വെച്ചിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം എടുത്തിട്ട് കവറ് പൊട്ടിച്ചിട്ട് നേരെ മൂടി വെച്ചിട്ട്, അപ്പോൾ പപ്പടങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, എങ്ങനെ ആവുമെന്നറിയില്ല. പിന്നെ വേണ്ടത് ഒരു പൊട്ടാറ്റോ, അതിനെ വേവിച്ച് തൊലി കളഞ്ഞ് ഞാൻ വച്ചിരിക്കുക കേട്ടോ. സവോള, പൊട്ടറ്റോക്കാട്ടി കുറച്ച് കൂടുതൽ സവോള എടുക്കണം. ഒരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, പുതിനയില മസ്റ്റായിട്ട് വേണം, മല്ലിയിലയും വേണം. മല്ലിയിലയും പുതിനയിലയും മസ്റ്റായിട്ട് വേണം കേട്ടോ. ഇത്രയും സാധനങ്ങൾ വേണം. ഉറപ്പായിട്ട് ഇത്രയും സാധനങ്ങൾ കൂടിയേ തീരും. പിന്നെ കുറച്ച് അവലെടുക്കുക. വെള്ള അവലായാലും കുഴപ്പമില്ല, ചുവന്ന അവലായാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് അവലെടുക്കുക. പിന്നെ വേണ്ടത് ഉപ്പ്, നമ്മുടെ ഗരം മസാല, കുരുമുളക്, കുറച്ച് ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടിയുടെ അത്രയും വേണ്ട, മല്ലിപ്പൊടി കുറച്ച് മതി, മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മുടെ സമോസ ഷീറ്റ് ഒന്ന് ഒട്ടിക്കാനായിട്ട് മൈദ കലക്കി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുക കേട്ടോ. കുറച്ച് ലൂസായിട്ട് ആക്കി എടുത്തിരിക്കുകയാണ്. നമ്മുടെ സമോസ ഷീറ്റ് ഇങ്ങനെ മടക്കിയിട്ട് അത് സൈഡിൽ നിന്ന് സീൽ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള മൈദ മിക്സാണ് കേട്ടോ. അത് വേറെ ഒന്നുമില്ല, മൈദയും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ലൂസായിട്ട് എടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പർ എടുത്തിട്ടുണ്ട്, സവോള ഇടുകയാണ്. സവോള കുഞ്ഞ് സവോള ആയിട്ട് എൻ്റെ ഉണ്ടായിരുന്നു, അതാണ് ഇത്രയും സവോള കിടക്കുന്നത്. എന്തായാലും പൊട്ടാറ്റോ കൂട്ടി കൂടുതൽ സവോള വേണം. ഇഞ്ചി വെളുത്തുള്ളി ഇതിവിടെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് വഴറ്റാം. പൊട്ടാറ്റോ മാഷ് ചെയ്തെടുക്കുക. അത് നമുക്ക് എണ്ണയിലിട്ട് ചെയ്യുമ്പോൾ അത് മാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സവോളയൊക്കെ ചോപ്പ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ആഡ് ചെയ്യാം. ഞാൻ വേരയ്ക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് പിന്നെ പച്ചമുളക് ഇടാത്തത് കേട്ടോ. എരിവ് കൂടിപ്പോകും, അതുകൊണ്ടാണ് ഇടാത്തത്. എരിവ് താല്പര്യമുണ്ട്, പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളക് കൂടി ഇടാം. പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണയിലാണ് ഞാനിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഒരുപാട് സമയമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുമ്പോൾ സംഭവം റെഡിയാണ്. പാൻ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അന്നുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. എണ്ണയും ചൂടായിട്ടുണ്ട്. നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ചോപ്പ് ചെയ്തതിലേക്ക് ഇടാണ്. എണ്ണയിലേക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മുളക് കൂടെ ഇടാവേ, പച്ചമുളക് കൂടെ എണ്ണം ചോപ്പ് ചെയ്തിടാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ അങ്ങനെ മാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അവനിൽ വെച്ച് ഒരു 3-5 മിനിറ്റ് കൊടുത്തപ്പോഴേക്കും പൊട്ടാറ്റോ വെന്ത് വന്നിട്ടുണ്ട്. എൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടെടുത്ത് വെച്ചിരിക്കുകയാണേ. നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. ക്യാമറ കയ്യിലിരിക്കുമ്പോൾ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്യാമറ ഫിക്സ് ചെയ്ത ശേഷം പൊട്ടാറ്റോ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ കരുതി. അവനിൽ വെച്ചിട്ട് മൈക്രോവേവ് ഒരു 5 മിനിറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ പൊട്ടാറ്റോ വെന്ത് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ തോടെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാം. പൊട്ടാറ്റോ ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ പൊട്ടാറ്റോ ഒന്നും കടിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം.
പൊട്ടാറ്റോ ഗ്യാസൊക്കെ ഉള്ളതല്ലേ, അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതുകൊണ്ടാണ് ഒരു കുഞ്ഞു പീസ് ഇട്ടു. അധികമായാൽ അതിൻ്റെ ഒരു ചെവ ഉണ്ടാവും, ഇഞ്ചി വെളുത്തുള്ളി അത് വേണ്ട. ഇതിലേക്ക് നമ്മുടെ 1 കപ്പ് അവൽ, ഇത് മസ്റ്റായിട്ട് ഇടുക കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും വേണം, മസ്റ്റായിട്ട് ഉണ്ടെങ്കിലേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അവൽ തട്ടി കൊടുക്കുകയാണ്. കുറച്ച് മതിയേ, അധികമൊന്നും വേണ്ട. അവലൊക്കെ നല്ലതല്ലേ, ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ്. പക്ഷേ നമ്മൾ വറുത്തെടുക്കുന്ന എണ്ണ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്, അപ്പോൾ അത് ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. ബാക്കിയൊക്കെ ഓക്കെ ഹെൽത്തിയാണ്. കുറച്ചുകൂടെ പൊട്ടാറ്റോ ഒക്കെ ഉടയാനുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ: മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, ജീരകം ഒരു നുള്ള് മസ്റ്റായിട്ട് ഇടുക, കുരുമുളക്, ഗരം മസാല. ഓക്കെ, ഇതെല്ലാം കൂടി തട്ടി കൊടുക്കുകയാണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ സ്വന്തം റെസിപ്പി എന്ന് പറഞ്ഞ് ഭയങ്കര അഹങ്കാരത്തോടെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അല്ല, നിങ്ങളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയിലയും, കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും പുതിനയിലയും. പുതിനയിലൊക്കെ മസ്റ്റായിട്ട്, ഇതിലെല്ലാ സാധനവും ഞാൻ പറഞ്ഞില്ലേ മസ്റ്റായിട്ട് വേണം. ഓരോന്നെടുക്കുമ്പോഴും മസ്റ്റായിട്ട് വേണം എന്ന് പറയും, പക്ഷേ എല്ലാ സാധനവും മസ്റ്റായിട്ട് വേണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുതിനയിലൊക്കെ ഇട്ടാലേ ആ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന സമോസയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ പുതിനയില എല്ലാം വേണം, എല്ലാം ഉണ്ടെങ്കിൽ കൊള്ളാവും. ഇതായിട്ടുണ്ട് കേട്ടോ, ഇനി ഒന്നുമില്ല. പൊട്ടാറ്റോ ഒക്കെ ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ ഉടച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ബാക്കി ഇനി വേറെ പരിപാടികളൊന്നുമില്ല. ഇനി നമ്മുടെ സമോസ ഷീറ്റിൽ ഇത് ഫില്ല് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുക. ദാറ്റ്സ് ഓൾ. നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി സമോസ റെഡി. മണം വരുന്നുണ്ട് കേട്ടോ. ജീരകമൊക്കെ ഇടുക, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമുക്ക് കഴിക്കാം. ആക്ച്വലി നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ അവലൊക്കെ വെച്ച് ഉണ്ടാക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയയിലാണ് ഞാനിങ്ങനെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഉണ്ടാക്കാം എന്ന് കരുതിയത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ സമോസ ഉണ്ടാക്കുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ക്യാരറ്റൊന്നും ഇതിൽ വയ്ക്കുന്ന ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്യാരറ്റ്, വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ അഡീഷണൽ സാധനങ്ങളൊക്കെ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമ്മുടെ മസാല റെഡിയാണ്. സമോസ ഷീറ്റിനകത്ത് ഫില്ല് ചെയ്യേണ്ട മസാല റെഡിയാണ്. സംഭവം റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സമോസ ഷീറ്റ് എടുക്കാം. ഞാനിത് ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കാനൊന്നും അത്ര മിടിക്കൊന്നും അല്ല കേട്ടോ. അത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക, ശേഷം വീണ്ടും തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ മസാല ഇതിലേക്ക് വയ്ക്കുക. അടുപ്പത്ത് ഞാൻ എണ്ണ ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഇങ്ങനെയാണ് ഞാൻ ഫോൾഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ എടുക്കുക. ഇത് സംഭവിച്ചെന്തെന്നറിയോ, ഇങ്ങനെ കീറിയൊക്കെ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം എടുത്തിട്ട് പ്രോപ്പറായിട്ട് ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, തുറന്നിരുന്നത് കൊണ്ടാണ് ഇവിടെയൊക്കെ പോയത്. ഇനി നമുക്ക് നമ്മുടെ മൈദ മിക്സ് ഇവിടെ ഒന്നിങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ആയിട്ടുണ്ടേ. ഇതുപോലെ നമുക്ക് ആ ഫില്ലിങ്സ് തീരുന്ന വരെ ചെയ്തെടുക്കാം. ആദ്യം ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇങ്ങനെ വെളിയിൽ വരണം കേട്ടോ. ഇങ്ങനെ വന്നിട്ട് വീണ്ടും, ഞാനിത് യൂട്യൂബിൽ നോക്കി പഠിച്ചതല്ലേ, ഞാൻ അത്രയും പറഞ്ഞില്ലേ എക്സ്പേർട്ടല്ല. ഇതിലേക്ക് ഫില്ലിങ് വയ്ക്കുക. ശേഷം ഇതിനെ കമഴ്ത്തിയെടുക്കുക, സീൽ ചെയ്തെടുക്കുക. വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് അത്ര ഒരു പെർഫെക്ഷൻ എനിക്ക് കിട്ടുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാമേ. എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. എണ്ണ ചൂടായി. അമ്മുന്തിയേം പോവേണാ? നിക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കണം, ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാം.
ഇന്ന് സൺഡേ കേട്ടോ, വേദയ്ക്ക് ഡാൻസ് ക്ലാസ്സിന് പോകുന്ന നേരം ആവുന്നുണ്ട്. ഒരുവിധം ഷേപ്പിലൊക്കെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്രയും പറഞ്ഞില്ല, എക്സ്പേർട്ടല്ല. ഞാനത് ആവുന്ന സമയം എണ്ണ ചെയ്യുന്ന സമയം എണ്ണ ചൂടാവാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. വേദയ്ക്ക് ഡാൻസിന് പോകാൻ സമയമായി വരുന്നുണ്ട്. ഭയങ്കര ജോലിയായിരുന്നു, ഒരു കാര്യങ്ങളും നടന്നില്ല. ഒരു സ്റ്റെപ്പ് സമോസ ഇട്ടത് ആയിട്ടുണ്ട്. അടുത്തതിടാണ്. ഇനി നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാം. എല്ലാവരും ഉണ്ട്, അവർക്ക് ഒന്ന് കൊടുക്കാം. ഇത് ആവുന്ന സമയം. ഇവിടെ എൻ്റെ സമോസ. ദേ സമോസ റെഡി. അയ്യോ, സോസിൽ മുങ്ങിപ്പോയി. പിള്ളേർ പറയട്ടെ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. കുട്ടികൾ തിന്നിട്ട് പറയല്ലേ. ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ സാധനം എടുത്ത് കഴി. നിങ്ങൾ കഴിക്കുമ്പോഴത്തെ സാധാ സമോസയൊന്നും അല്ല കേട്ടാ. ചൂടാ, ചൂട് തണുത്തിട്ടാണ് ഞാൻ വെച്ചത്. ഇടമോ? ഇല്ല, ചൂടില്ല. തണുത്തില്ലേ? എല്ലാവരും കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. എങ്ങനെയുണ്ട് ദിയ? വലിയ ദിയേ? ഇതെന്തോന്ന് കൊള്ളാം. ഇത് കണ്ട ആൾക്കാരുണ്ടാക്കി നോക്കിയൊന്നുമില്ല. പറയാമോ? അടിപൊളിന്ന് പറ. അടിപൊളിയാണെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ സാധാ കഴിക്കുന്ന സമോസയുടെ ടേസ്റ്റ് തന്നെ? തന്നെ? നീ എങ്ങനത്തെ സമോസ തന്നെ കഴിക്കണത്? അപ്പൊ ദിയയുടെ വീട്ടിൽ ഇങ്ങനത്തെ സമോസ ആയിരിക്കും ഉണ്ടാക്കണത്. അമ്മ സമോസ ഉണ്ടാക്കാറുണ്ടാ? കടയിൽ നിന്ന് വാങ്ങിക്കണില്ലേ? അതെങ്ങനെയാണ് ഇതുപോലെ ആവണത്? ഇപ്പൊ ആൾക്കാർ കരുതുന്നുണ്ടാവും ഞാൻ ഭീഷണിപ്പെടുത്തി പിള്ളേരെ കൊണ്ട് കൊള്ളാന്ന് പറയണം. അപ്പൊ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഞാൻ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതല്ല കേട്ടോ, ഒരു ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് അല്ലേ? ആണ്, നല്ല സംഭവം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളും ഇഫ്താറിന് ഒരു സ്നാക്കായിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. ഒരു വെറൈറ്റി സംഭവമായിരിക്കും. ബാക്കി അടുപ്പത്ത് കിടക്കുന്നു. എനിക്ക് വേറെ ഡാൻസിന് കൊണ്ടുപോകാൻ ടൈം ആവുന്നു. നിങ്ങൾക്ക് ഡാൻസ് കഴിഞ്ഞു വന്ന്? പോയില്ല. ദിയ പോയില്ല. നിങ്ങൾ രണ്ടുപേരാ? അവർ പോവാറില്ല. അങ്ങനെ തോന്നുമ്പോൾ പോവും. വേറെ അതുകൊണ്ട് മടി പിടിച്ചിരിക്കുകയാണ്. എന്തായാലും വേറെ കൊണ്ട് ഡാൻസിന് പോകണം. അപ്പോൾ ഒത്തിരി ലേറ്റായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സമോസ. എന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ഇട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ. ഉറച്ചു പറ ടാറ്റാ. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, കിയോസ്കിൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കൂപ്പൺ കോഡ് ഉണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവരതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ഇട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.